കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സന്ധ്യാവന്ദനത്തെ അറിയിക്കുന്നു. അല്പനിമിഷത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം. എല്ലാവർക്കും എടുക്കാം. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം നമുക്ക് എല്ലാവർക്കും ചേർന്ന് വായിക്കാം. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന് കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ. ഈ നല്ല രാത്രിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിങ്ങൾക്ക് പകുതി പ്രതിഫലം തരുമെന്നല്ല പറഞ്ഞത്, പൂർണ്ണ പ്രതിഫലം. സ്തോത്രം. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിപ്പാനായി ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കിയിരിക്കുന്ന നിങ്ങൾക്ക് പൂർണ്ണമായൊരു പ്രതിഫലം സർവശക്തനായ ദൈവം തരാൻ പോകുക. വിശ്വാസത്തോടെ ദൈവമുഖത്തേക്ക് നോക്കി തങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ആർ ദൈവത്തോട് പറയുമോ അവരെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താതെ അവർക്ക് വേണ്ടത് സ്വർഗത്തിൽ നിന്ന് കേട്ട് മറുപടി അയക്കുന്നവനാ ഈ രാത്രികാലം നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്നത്. ആ കർത്താവ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാ, ഒരു നാളും ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന്. അതിന്റെ അർത്ഥം ലോകത്തിലുള്ളവരും ലോകക്കാരും നിങ്ങളെ തള്ളിക്കളയും. സ്തോത്രം. എന്നാൽ ദൈവം പറയുകയാണ്, എന്നിൽ ആശ്രയിച്ച് എന്റെ അടുക്കലേക്ക് വന്നിരിക്കുന്ന നിങ്ങളെ ഞാൻ തള്ളിക്കളയുകയില്ല. ഇന്ന് രാത്രി കാലത്തെ ചിന്ത, തള്ളിക്കളയാത്ത ദൈവത്തിന്റെ കരുതൽ. സ്തോത്രം. തള്ളിക്കളയാത്ത ദൈവത്തിന്റെ കരുതൽ, തന്നിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന തന്റെ മക്കളെ കണ്ണുനീരിന് മറികടന്ന് പോകാത്ത സർവശക്തനായ ദൈവത്തിന്റെ കരുതൽ. നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് നീ നിലവിളിക്കുമ്പോൾ നാളെ അവരെന്തായി തീരുമെന്നോർത്തിട്ട് നിനക്കൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി എന്റെ കുഞ്ഞുങ്ങളെ മറന്നു കളയല്ലെന്ന് നീ പറയുമ്പോൾ, കുഞ്ഞെ, നിന്റെ ശബ്ദം കേട്ടിട്ട് കേൾക്കാതെ പോകുന്നവനല്ല എന്റെ കർത്താവ്. നിന്റെ കണ്ണുനീര് കണ്ടിട്ട് കാണാതെ പോകുന്നവന്റെ കർത്താവ്. നീ നിലവിളിക്കുമ്പോൾ ആ നിലവിളിക്കട്ടെ മറുപടിയുമായി ഇറങ്ങി വരുന്നവനാ എന്റെ ദൈവം. ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, ആരെല്ലാം നിന്നെ മറന്നു വരികിലും എന്റെ സ്വർഗ്ഗത്തിലെ ദൈവം നിന്നെ മറക്കത്തില്ല. കാരണം ലോകത്തിന്റെ മുമ്പിൽ നിന്നെ വിളിച്ചു വേർതിരിച്ചത് ഒരു ഭോഷനാക്കി മാറ്റാനല്ല, ശ്രേഷ്ഠനാക്കി ഉയർത്തി നിർത്താനാ. ക്രിസ്തുവിന്റെ മഹിമകളുടെ സാക്ഷിയെന്ന് ലോകം നിന്നെ കുറിച്ച് പറയാനാ. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിന്റെ സന്നിധിയിൽ നീ നിൽക്കുന്നത് ഉറപ്പോടെ ധൈര്യത്തോടെ നിൽക്കണം. ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുമ്പോൾ കുഞ്ഞ് ഇടത്തും വലത്തും നോക്കിയല്ല ഉയർത്തേണ്ടത്, ദൈവത്തിന് തിരുമുഖത്തേക്ക് നോക്കി ദൈവത്തെ ഉയർത്തണം. അങ്ങനെ നീ ദൈവത്തെ ഉയർത്തുമ്പോൾ സ്വർഗത്തിൽ നിന്ന് കേട്ട് ദൈവം നിനക്ക് വേണ്ടി അനുഗ്രഹങ്ങളായി അയക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ആ കരുതലിനെ കുറിച്ച്. ആരും ആശ്രയമില്ലെങ്കിലും ആശ്വാസദായകനായ കർത്താവ് നീ വിളിക്കുമ്പോൾ നിന്റെ അടുക്കൽ വരും. നോക്ക്, രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 13-ാം വാക്യത്തിന്റെ അവസാനം കാണുന്നത് ഇങ്ങനെയാണ്: മക്കളെ, യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കാൻ നിങ്ങളെ വിചാരിച്ചതിന് വളരെ വ്യസനിക്കുന്നു. സ്വത്രം. പ്രാർത്ഥിക്കുന്ന അമ്മച്ചി, സ്വത്രം. യഹൂദ വംശക്കാരി, സ്വത്രം. ഇസ്രായേലിൽ വാണിരുന്നവൾ, സ്വത്രം. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങൾ കടന്നു വന്നപ്പോൾ ഇനി മുൻപോട്ടൊരു ശുഭയാത്രയില്ല, എല്ലാം ഇവിടെ കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞ് മോവാബ് ദേശത്ത് നിന്ന് നിരാശയോടെ ബേത്ലഹേമിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കുന്ന നവോമി ജാതീയ പെൺകൊച്ചുകളായ രൂത്തിനോട് ഓർപ്പയോട് പറയുകയാണ്, മക്കളെ, നിങ്ങളെ ഓർത്ത് ഞാൻ വ്യസനിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അപ്പന്റെ ഭവനത്തിലേക്ക് തിരികെ പോയിക്കൊള്ളുക. എന്നോടുകൂടെ ഇനി വന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം നിങ്ങൾക്ക് ലഭിക്കത്തില്ല. മാത്രമല്ല, ഞാൻ ഇവിടെ കിടന്ന് മരിച്ചാൽ എന്നെ ആരും
സഹായിക്കാനില്ല, ഇല്ല എന്റെ ശവം എടുത്ത് മറവ് ചെയ്യാൻ ആരുമില്ല, അതുകൊണ്ട് ഞാൻ എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുക. മാത്രം ഇന്ന് പലരും ചർച്ചിൽ വരുന്നത് മരിച്ചാൽ എവിടെ അടക്കും? സ്വത്രം. എന്റെ കൊച്ചിന്റെ കല്യാണം ആര് നടത്തും? സ്വത്രം. അതിന് നിങ്ങൾക്ക് ചർച്ചുണ്ടോ? നിങ്ങൾക്ക് ചർച്ചിന് അഡ്രസ് ഉണ്ടോ? നിങ്ങൾ ഏത് ചർച്ചുകാരാണ്? ഇതൊക്കെ ചോദിച്ചാ പലരും ചർച്ചിൽ വരുന്നത്. കുഞ്ഞ്, നീ ചത്താൽ എവിടെ നിന്നെ അടക്കുമെന്ന് നിനക്കും അറിയത്തില്ല, നിന്റെ അപ്പനും അറിയത്തില്ല, നിന്റെ അമ്മയ്ക്കും അറിയത്തില്ല. സർവശക്തനായ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. സ്വത്രം. എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞെന്നറിയാമോ? നമ്മുടെ ചർച്ചിനകത്ത് ലിസ്റ്റിനകത്ത് പേര് ഇന്ന കുടുംബത്തിൽ ഇത്ര പേർ, മോനച്ചൻ, മോളി, ജോർജ്, അന്നമ്മ, ചിന്നമ്മ, കൊച്ചച്ചൻ, ജോർജ് കുട്ടി, ലിസ്റ്റിനകത്ത് പേരുണ്ട്. അവരെ അല്ലാതെ കല്യാണവും അടക്കവും മാമോദീസയും പള്ളി നടത്തത്തില്ല. സ്വത്രം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ചോദിച്ചട്ടെ, ആകാശത്തു കൂടെ പറന്നു പോകുന്ന നീ മരിച്ചാൽ നിന്നെ എവിടെ അടക്കും? സ്വത്രം. നിന്റെ കുഞ്ഞ് അങ്ങ് ഉഗാണ്ടയില ജനിക്കുന്നതിന് നീ ഇവിടെ എങ്ങനെ മാമോദീസ നടത്തും? പത്രം. നീ പോകുന്ന വഴിയിൽ കർത്താവ് വന്നാൽ നിന്റെ പുരോഹിതൻ നിന്നെ എങ്ങനെ പള്ളിക്കാൻ മെമ്പറാക്കും? പത്രം. വിശ്വാസത്തിന് നായകനും പൂർത്തിവരുത്തുമായ കർത്താവ് യേശു ക്രിസ്തുവിനെ നോക്കുന്നവൻ ഒരിക്കലും പള്ളി നോക്കത്തില്ല, പുരോഹിതനെ നോക്കത്തില്ല, വിശ്വാസിയെ നോക്കത്തില്ല. സർവശക്തനായ ദൈവത്തെ മാത്രമേ നോക്കൂ. കാരണം ആ ദൈവമാ പറഞ്ഞത്, ഈ ലോകം നിനക്ക് ശാശ്വതമല്ല. ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, ഈ ലോകത്തിൽ രോഗമുണ്ട്, ഈ ലോകത്തിൽ കണ്ണുനീരുണ്ട്, ഈ ലോകത്തിൽ നിലവിളിയുണ്ട്. എന്നാൽ കണ്ണുനീരില്ലാത്ത, കഷ്ടമില്ലാത്ത, ദുഃഖമില്ലാത്ത, ദുരിതമില്ലാത്ത, രോഗമില്ലാത്ത, പട്ടിണിയില്ലാത്ത നിത്യരാജ്യത്തിൽ നിന്നെ കൊണ്ടുപോയി ഞാൻ വേഗം വരും. ആ വരുന്ന കാലം വരെ നിനക്ക് വേണ്ടത് തന്നു നിറപ്പ് എന്റെ കരത്തിലുണ്ട്. വിശ്വസിക്കും മക്കളെ, ഞാൻ നിങ്ങൾക്ക് തരാം. വിശ്വാസം പലപ്പോഴും ചോർന്നു പോകുന്നത് ദൈവത്തിലേക്ക് നോക്കിയിട്ടുണ്ടല്ല, ലോകത്തിലേക്ക് നോക്കുന്നത് കൊണ്ടാ, ലോകത്തിലെ മനുഷ്യനെ നോക്കുന്നത് കൊണ്ടാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാത്രിക്കാലം വ്യക്തമായി നിങ്ങളോട് പറയാം, നിങ്ങൾ ലോകത്തെ നോക്കിയാൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. ലോകം പറയുന്നത് കേട്ടനുസരിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാൻ കഴിയാതെ പോകും. ലോകത്തിലെ മനുഷ്യൻ പോകുന്ന വഴിയെ നിങ്ങൾ പോയാൽ നിങ്ങൾ ചെന്ന് അന്ധകാരത്തിൽ വീഴും. സ്തോത്രം. ലോകത്തിലെ മനുഷ്യൻ കാണിക്കുന്ന കോപ്രായത്തിന് പിന്നിൽ കൈയടിച്ചാൽ നിങ്ങൾ തകർന്നു പോകും. ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം അവന്റെ തിരുമുഖത്തേക്ക് നോക്കി ആലോചന കേട്ട് തിരുവഴുത്ത് പറയുന്ന പ്രകാരം സ്തോത്രത്തോടെ യാത്ര ചെയ്യുമെങ്കിൽ നീ ആഗ്രഹിക്കുന്ന ദൈവമുഖത്തിലേക്ക് സ്വർഗം നിന്നെ നിന്റെ കുഞ്ഞുങ്ങളെ ഉയർത്തും. ജാതീയ പെൺകൊച്ചുങ്ങൾ, ഓ ദൈവത്തിന്റെ ദാസിയായ കർത്തർ രൂത്ത് പറയുന്ന സ്വത്രം, നവോമി പറയുന്ന കേട്ടിട്ട് സ്വത്രം അവർ പറയാണ്, സ്വത്രം അമ്മച്ചി ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകാന്? അമ്മച്ചി പറഞ്ഞ വാക്ക് കേട്ടപ്പോ ഓർപ്പയ്ക്ക് മനസ്സിലായി, ഇനി ഈ കിളവിയുടെ കൂടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല. സ്വത്രം. നമ്മൾ അങ്ങനെ കാണുന്ന സ്വത്രം, പാസ്റ്ററുടെ കൊടവണ്ടി, പാസ്റ്ററുടെ വണ്ടി, പാസ്റ്ററുടെ കളറ്, വിശ്വാസികളുടെ ബാഹുല്യത, എന്തിനുള്ള സഭയുടെ വലിപ്പം, പിന്നെ സെക്രട്ടറിയുടെ പെരുപ്പം, വീടിന്റെ ചർച്ചിന്റെ ഫ്രണ്ടിൽ വരുന്ന വാഹനത്തിന്റെ കണക്ക്. എന്നിട്ട് പറയും, ഞങ്ങളുടെ ചർച്ചോ, ഞങ്ങളുടെ പാസ്റ്ററോ, സ്വത്രം ഞങ്ങളുടെ പള്ളിയോ, ഓ ഞങ്ങളുടെ അവിടെ നിന്ന് VIP-കളോ. കുഞ്ഞ്, ഇവരാരും നിന്റെ കണ്ണു നിറഞ്ഞൊഴിക്കാൻ കാണത്തില്ല. ഇവരാരും കരയണ്ടെന്ന് പറയത്തുമില്ല, പ്രാർത്ഥിക്കാമെന്നേ പറയത്തുള്ളൂ. സ്വത്രം. എന്ത്? പ്രാർത്ഥിക്കാമെന്നേ പറയത്തുള്ളൂ. നിന്റെ കണ്ണുനീര് തുളയ്ക്കാൻ ഇവരാരും വരത്തില്ല. പക്ഷേ നിന്റെ കണ്ണുനീര് തുളയ്ക്കാമെന്ന് പറഞ്ഞ കർത്താവ് ആ സമയത്ത് നിന്റെ അടുക്കൽ വരണമെങ്കിൽ നിന്റെ കണ്ണുനീര് ലോക മനുഷ്യന്റെ മുമ്പിലല്ല വീഴുന്നത്, കർത്താവിന്റെ സന്നിധി വീഴണം. സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിലെ കണ്ണുനീര് വീണാണല്ലോ കർത്താവ് ഇറങ്ങി വരും. നിന്റെ നിന്ദിച്ചവരുടെ മുമ്പിൽ, പരിഹസിച്ചവരുടെ മുമ്പിൽ, ഒറ്റപ്പെടുത്തവരുടെ നിന്നെ മാനിച്ചുയർത്തും. ആ കുറ്റം പറഞ്ഞതിനെ ചേർത്ത് പിടിക്കാൻ അടുക്കലേക്ക് വരും. ഓ നോക്ക്, ഓർപ്പ അമ്മാവിയമ്മയെ ചുംബിച്ച് തന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് പോയി. സ്വത്രം. ഒരിക്കലും ഓർപ്പ ഒരു തെറ്റ് ചെയ്തില്ല. അമ്മച്ചി പറഞ്ഞിട്ടാ അവള് പോയത്. അവളുടെ പോക്ക് കണ്ടപ്പോ അമ്മച്ചി രൂത്തിനോട് ചോദ്യം ചോദിച്ച്, മക്കളെ നീ പോകുന്നില്ലയോ? നിന്റെ സഹോദരി അപ്പന്റെ വീട്ടിലേക്ക് പോയല്ലോ, നിന്റെ ചാച്ചക്കാടേക്ക് പോയല്ലോ, നീ പോകുന്നില്ലേ? നിനക്കൊരു ജീവിതം വേണ്ടേ? നിനക്കൊരു കുടുംബം വേണ്ടേ? നിനക്ക് തലമുറകളെ വേണ്ടേ? നിന്റെ നിലനിൽപ്പ്
വലുതല്ലേ, എന്നോടുകൂടെ നിന്നുകൊണ്ട് ഒരു പ്രയോജനമില്ല. പലരും പറയുന്ന ഇതാ, പത്രം ആ പള്ളി പോയാ വല്ലതൊക്കെ കിട്ടും, ആട് കിട്ടും, വീട് കിട്ടും, സ്വത്രം, പിന്നെന്തോ കിട്ടും, സ്ഥാനം കിട്ടും. പെന്തിക്കോസിൽ പോയതൊന്നും കിട്ടത്തില്ല. പത്രം ആര് പറഞ്ഞു കിട്ടത്തില്ലെന്ന്? പെന്തിക്കോസുകാരൊന്നും തരത്തില്ല. പക്ഷേ സർവശക്തനായ ദൈവം നീ പോലും അറിയാത്ത വഴി നിനക്ക് വേണ്ടി തുറക്കും. നീ കണ്ടിട്ടില്ലാത്ത ദേശത്ത് നിന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി അവരെ മാനിച്ച് അനുഗ്രഹിക്കും. സ്വത്രം. ഇത്തിരി പ്രയാസമുണ്ടേ, ഇത്തിരി പാടുപെടണേ, ഇത്തിരി വെയിറ്റ് ചെയ്യണേ, എന്ന് പ്രാർത്ഥിക്കണേ, ഉപവസിക്കണേ, എന്നാലേ നടക്കത്തുള്ളൂ. സ്വത്രം. വിശക്കുന്നവന് ആഹാരം കൊടുക്കേണ്ടത്, വിശപ്പില്ലാത്തവന് കൊടുത്ത അവൻ തള്ളി നീക്കി കളയും. സ്വത്രം. കരയുന്നവന്റെ കണ്ണുനീർ തുടയ്ക്കണം, അഭിനയിക്കുന്നവന്റെ കണ്ണുനീർ തുടയ്ക്കേണ്ടത്. സ്വത്രം. ഇന്ന് പലരും അഭിനയിക്കുക, അനുഭവമില്ല. സ്വത്രം. പണ്ടങ്ങോ പഠിച്ച പാഠം വെച്ചുകൊണ്ട് ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, വ്യക്തമായി ഈ രാത്രി ഞാൻ നിങ്ങളോട് പറയാം, പഴയതിനെയല്ല പുതിയ വീഞ്ഞ് നീ കുടിക്കണം. സ്വത്രം. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, പുതിയ വീഞ്ഞ് പഴയതുരുത്തി പകരാറില്ലെന്ന്. അങ്ങനെ പകർന്ന് അത് പൊട്ടിപ്പോകുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസവും പുതുക്കത്തിന്റെ അനുഭവത്തിൽ വചനത്തിന് തികവൽ നിൽക്കണം. സ്വത്രം. ദൈവത്തിന്റെ വചനത്തിൽ അനുഗ്രഹം 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 എന്ന് പറഞ്ഞ് ഒരുപാട് പേര് എടുത്തു ചാടുന്നുണ്ട്. നല്ല കാര്യമാ. ദൈവത്തെ സേവിപ്പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെടും. പക്ഷെ ആ അനുഗ്രഹം നിന്റെ കരത്തിൽ വരുമ്പോൾ തിന്നാൻ നിനക്ക് ഭാഗ്യമില്ലെങ്കിൽ അത് അനുഗ്രഹമല്ല, ശാപമാ. സ്വത്രം. അനുഗ്രഹം വരുന്നത് തിന്നാൻ നിനക്ക് ഭാഗ്യമില്ലെങ്കിൽ അത് ശാപമാ. സ്വത്രം. അങ്ങനെയാണെങ്കിൽ അനുഗ്രഹിക്കുന്ന ദൈവത്തിന് നീ കൊടുക്കുന്ന മഹത്വം കുറഞ്ഞു പോകരുത്. സ്വത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ മഹത്വം സ്വർഗത്തിലെത്തുമ്പോൾ, ദൈവത്തിന് ആരാധന നീ കരറ്റുമ്പോൾ സ്വർഗത്തിൽ ദൈവം ഇറങ്ങി വന്ന് നിന്നെ അനുഗ്രഹിക്കും. സ്വത്രം. നോക്ക്, രൂത്ത് അമ്മാവിയുടെ വാക്ക് കേട്ടിട്ട് പറയുന്ന ഒരു വാക്കൊന്ന് കേൾക്കണേ. ഞാനാണെങ്കിൽ അമ്മാവിയുടെ പുറകെ പോകത്തില്ല. കാരണം ആ കിഴട്ട് കിളവിയുടെ പുറകെ പോയിട്ട് എന്തോ കിട്ടാനാ. സ്വത്രം. മാത്രമല്ല, എനിക്കൊരു പരിചയമില്ലാത്ത ദേശം, അവിടെ ഇവർക്കും ആരുമില്ല, എനിക്കും ആരുമില്ല. ഇനി ചാർച്ചക്കാരൊക്കെ ഉണ്ടെന്നാ ആർക്കറിയാം. വെറുതെ പോയിട്ട് കാര്യമില്ല. ആ സമയത്ത് ഇവിടെ നിന്ന് വല്ലതൊക്കെ അടിച്ചു പൊളിച്ച് സന്തോഷത്തോടെ ജീവിച്ച് പോകുന്നതല്ലേ നല്ലത്. പെന്തിക്കോസിൽ പോയി എന്ത് കിട്ടാനാ? സ്വത്രം. ഇവിടെ നിന്ന് എന്തെല്ലാം കിട്ടുമെന്നറിയാമോ? സ്വത്രം. നല്ല കാര്യം കിട്ടട്ടെ, ഒട്ടും കുറയാതെ കിട്ടട്ടെ, നല്ല കാര്യം. പക്ഷെ പെന്തിക്കോസിൽ പോയി നിത്യജീവൻ കിട്ടും, നിത്യ സമാധാനം കിട്ടും, നിത്യ സന്തോഷം കിട്ടും. പ്രതിഫലം മോഹിക്കാതെ പ്രതിഫലം സ്വർഗത്തിൽ നിന്ന് വരും. നിന്റെ സന്തതി ഒരിക്കലും കള്ളും കഞ്ചാവടിച്ച് ഓടെ കിടക്കത്തില്ല. സ്വത്രം. നിന്റെ കൂട്ടാളി മദ്യപിച്ചുകൊണ്ട് തെരുവാരത്തിൽ കിടക്കത്തില്ല. നിന്റെ വീടിനകത്ത് തീ പുകയും, നിന്റെ കീറുവസ്ത്രം മാറും. സ്വത്രം. നിന്റെ കുഞ്ഞുങ്ങൾ ജോലിയില്ലാതെ തെക്കും വടക്കം തെണ്ടി തിരിഞ്ഞ് നടക്കത്തില്ല. കള്ളും കഞ്ചാവടിച്ച് ഓടെ കിടക്കത്തില്ല. സ്വത്രം. പോലീസ് സ്റ്റേഷനിൽ നീ ചെന്ന് തല കുറിച്ച് നിൽക്കേണ്ടി വരത്തില്ല. അതാ പെന്തിക്കോസിൽ പോയുള്ള ഗുണം. സ്വത്രം. സ്വത്രം. ഇന്ന് രാത്രിയിൽ ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, സ്വത്രം. അനുഗ്രഹം എന്ന് പറയുന്നത് ചാടി പിടിച്ചാൽ കിട്ടുന്നതല്ല, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കിട്ടുന്നതാ. വിശ്വാസത്താൽ പ്രാപിപ്പാൻ കഴിയുന്ന അനുഗ്രഹം. പലരും പറഞ്ഞു, ചാടിക്കോ പിടിച്ചോ എടുത്തോ ദാണ്ട വരുന്ന്. എന്റെ കർത്താവ് നിന്റെ രോഗം മാറ്റാനല്ല വന്ന്, നിന്നെ അനുഗ്രഹിക്കാൻ വന്നതാ. സ്വത്രം. എന്റെ കർത്താവ് നിന്റെ സാമ്പത്തിക ബാധ്യത മാറ്റാനല്ല വന്ന്, നിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ വന്നതാ. സ്വത്രം. എന്റെ കർത്താവ് വന്നത് നീ തകർന്നു പോകാനല്ല, നിന്നെ തകർന്നു ഉയർത്താനാ. സ്വത്രം. ഇന്ന് രാത്രിക്കാലം വ്യക്തമായി പറയട്ടെ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവർത്തുമായ യേശു പറയുന്ന വാക്ക് കേട്ട് അനുസരിക്കാൻ നീ തയ്യാറാകുമെങ്കിൽ നീ നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. സ്വത്രം. വ്യക്തമായി പറയട്ടെ. സ്വത്രം. നോക്ക്, ഇവിടെ രൂത്ത് പറയുകയാണ്, സ്വത്രം. മക്കളെ, ഇനി രക്ഷയില്ല. സ്വത്രം. രൂത്ത് പറയുന്നൊരു വാക്ക് കേൾക്കണേ. അമ്മച്ചി, നിന്നെ വിട്ടു പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. പ്രൈസ് ദി ലോർഡ്. ഓ, ആ രൂത്ത് പറയുന്ന വാക്ക് കേട്ടെ, ഒരു ജാതീയ പെങ്കൊച്ച് പറയുന്ന വാക്ക് കേട്ടെ, ദൈവത്തെ അറിയാത്തവൾ പറയുന്ന വാക്ക്
ദൈവമാണ്. സ്വർഗത്തിൽ നിന്ന് കേട്ട സ്വർഗത്തിലെ അപ്പച്ചൻ അവൾക്ക് വേണ്ടത് കുറിച്ചിടാൻ തുടങ്ങി. ആ രൂത്തിന് വേണ്ടത് സ്വർഗത്തിൽ അപ്പച്ചൻ കുറിച്ചിടാൻ തുടങ്ങി. ഇന്ന് രാത്രിക്കാലം ഈ മെസ്സേജുകൾക്ക് നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ചോദിക്കുന്നതിന് ചിന്തിക്കുന്നതിന് നിരക്കുന്നതിന് ഉപരിയായി നിങ്ങളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കരുതുവാൻ സർവശക്തൻ മതിയായവനാ. അതുകൊണ്ട് മഹത്വം ദൈവത്തിന് കൊടുക്ക്. അവൻ നിന്നെ ഉയർത്തി മാനിക്കും. ഒരൊറ്റ പിശാചിനും ഒരൊറ്റ വ്യക്തിക്കും ഒരു ആഭിചാരത്തിനും ഒരു കൂടുപത്രത്തിനും ഒരു വിളിച്ചു നേർച്ചയ്ക്കും നിന്നെ തകർക്കാൻ കഴിയത്തെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കും കുഞ്ഞെ, നീ അനുഗ്രഹിക്കപ്പെടും. Praise the Lord. Praise the Lord. Okay, രൂത്ത് പറയുക, സ്വത്രം അമ്മച്ചി മടങ്ങി പോകാൻ എന്നോട് പറയല്ലേ, ഞാൻ പോകത്തില്ല. സ്വത്രം ദൈവത്തിൽ ആശ്രയിക്കുന്ന കുഞ്ഞുങ്ങളതാ, ദൈവത്തിൽ വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങളതാ. അതുകൊണ്ട് പാട്ടുകാരൻ പാടിയത്, എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും, ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥമായി അവൻ ചൊല്ലിയിട്ടുണ്ട്. സ്വത്രം ഒരു ദൈവപതിന്റെ പ്രത്യാശ, ഒരു ദൈവപതിന്റെ വിശ്വാസം എന്നോട് അവൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ദോഷവും എനിക്ക് വരത്തില്ലെന്ന്. സ്വത്രം സർവശക്തനായ ദൈവം തന്നിൽ ആശ്രയിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത വാഗ്ദത്തമാണ്, നീ തകർന്നു പോകത്തില്ലെന്ന്. സ്വത്രം നീ തകർന്നു പോകത്തില്ലെന്ന് ദൈവം ചെയ്ത വാഗ്ദത്തമാ. നിന്റെ സന്തതി ആഹാരം ഇരക്കത്തില്ലെന്ന് അത് ദൈവം ചെയ്ത വാഗ്ദത്തമാ. നിന്റെ ഭവനം തകർന്നു പോകത്തില്ലെന്ന്, നിന്റെ ആയുസിന്റെ മധ്യത്തിൽ നീ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടത്തില്ലെന്ന് ദൈവം ചെയ്ത വാഗ്ദത്തമാ. സ്വത്രം രോഗം പേറിയ ശരീരവുമായി, മനസ്സ് തകർന്ന ശരീരവുമായി വെച്ച് 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 നടക്കാനല്ല കർത്താവിനെ വിളിച്ചത്. സ്വത്രം ആരോഗ്യത്തോടെ ബലത്തോടെ സന്തോഷത്തോടെ ഒരു ദിവസം ജീവിച്ചോളും ദൈവത്തിന് മഹത്വം കൊടുത്തോണ്ട് ജീവിക്കാണ് ദൈവം വിളിച്ചത്. സ്വത്രം നിന്നെ ഭയപ്പെടുത്തുന്ന ഏതെല്ലാം പിശാചുണ്ടെങ്കിലും ആ പിശാചിനെ സ്വർഗം തകർക്കും, നിന്റെ തന്നെ ഉയർത്തി മാനിക്കും. നോക്ക്, മടങ്ങിപ്പോകാൻ എന്നോട് പറയരുതേ, ഞാൻ പോകത്തില്ല. കാരണം ഞാൻ നിന്നെ വിട്ടേച്ചു പോയാൽ നിന്റെ ദൈവം എന്നോട് കണക്ക് ചോദിക്കും. ഇതാ കുഞ്ഞെ വിശ്വാസം. കുഞ്ഞെ മുമ്പിൽ കാണുന്ന വലിയ ബംഗ്ലാവല്ല വിശ്വാസം വേണ്ടത്. സ്വത്രം വലിയ മെർസിഡീസ് ബെൻസ് അല്ല നിന്റെ വിശ്വാസമാകേണ്ടത്. നിന്റെ മണിസൗധമല്ല കാണേണ്ടത്, ദൈവത്തിന്റെ മഹത്വം കാണണം. അതിനകത്ത് നീ ആഗ്രഹിക്കുന്ന മെർസിഡീസ് ബെൻസ് ഉണ്ടാവും, വലിയ മണി ബംഗ്ലാവ് ഉണ്ടാവും, അതുപോലെ നിനക്ക് വിശാലമായ ജീവിത സാഹചര്യം ഉണ്ടാവും. ആദ്യം ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക. സ്വത്രം ആദ്യം ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക. സ്വത്രം ഇന്ന് രാത്രികാലം എനിക്ക് നിങ്ങളോട് പറയാനൊരു സാക്ഷ്യമുണ്ട്. സ്വത്രം വാടക വീട് മാറി 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 ഇടിഞ്ഞും പൊളിഞ്ഞും ചോന്നും ഒലിച്ചും പല വീടുകളിൽ കണ്ണുനീരോടെ വിതച്ച സമയങ്ങളുണ്ട്. എന്നാൽ പറയട്ടെ, 11 വർഷം കഴിയുമ്പോൾ ആ കണ്ണുനീർ തുടച്ചിട്ട് സ്വർഗം ചോദലിക്കാത്ത ഒരു മട്ടുപ്പാവ് തരാൻ സ്വർഗത്തിലെ ദൈവത്തിന് മനസ്സലിവ് തോന്നിയെങ്കിൽ ഈ മെസ്സേജുകൾക്ക് നിങ്ങളോട് ഞാൻ പറയട്ടെ, അപ്പൻ തള്ളിക്കളഞ്ഞാലും അമ്മ തള്ളിക്കളഞ്ഞാലും നിനക്ക് കടക്കാളമില്ലെങ്കിലും നിന്റെ ഓഹരി നിനക്ക് കിട്ടിയില്ലെങ്കിലും ആരെല്ലാം നിന്നെ കുറ്റം പറഞ്ഞാലും നീ വിശ്വസിക്കും കുഞ്ഞ്, കർത്താവ് പറഞ്ഞ വാഗ്ദത്തം. എന്താ കർത്താവ് പറഞ്ഞ വാഗ്ദത്തം? നീ വെക്കാത്ത വീട്ടിൽ കടന്നുറങ്ങും. പ്രൈസ് ദി ലോർഡ്. വിശ്വാസിയേ, വിശ്വസിക്ക്. വീട് കണ്ടോണ്ടാവരുത് നീ ഇറങ്ങുന്നത്. സ്വത്രം വണ്ടി കണ്ടോണ്ടാവരുത് നീ ഇറങ്ങുന്നത്. സ്വത്രം അവരെ ഇവരെ അനുഗ്രഹിച്ചതുകൊണ്ട് എന്നെയും അനുഗ്രഹിക്കുന്നു പറഞ്ഞല്ല ഇറങ്ങേണ്ടത്. നിത്യരാജ്യത്തിൽ ചെന്ന് ചേരുന്ന ഒരു ദിവസമുണ്ട്, അതുവരെ എന്നെ പുറത്താൻ ദൈവത്തിന് അറിയാതെ പറഞ്ഞ് ഇറങ്ങത്തിരിക്കുക. സ്വത്രം വ്യക്തമായി പറയാം, ഓരോ വീട് മാറുമ്പോഴും നിന്നയും പരിഹാസവും ദുഷിയും. എന്റെ കുഞ്ഞുമോൻ എന്നോട് ചോദിച്ചൊരു ചോദ്യം, അപ്പച്ചാ, അപ്പാ, നമ്മൾ എന്നാ ഇനി നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത്? നമ്മൾ എന്തിനാ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്? സ്വത്രം ആ കുഞ്ഞു മനസ്സിൽ നോക്കിയിരുന്നുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, മക്കളെ, നമുക്ക് വേണ്ടി അക്കരെ ഒരു വീട്, ഈ വയലിനക്കരെ ആ കുന്നിനപ്പുറത്ത് ഒരു വീട് സ്വർഗം ഒരുക്കുന്നുണ്ട്. അവിടേക്ക് പോകാനാ നമ്മൾ വന്നത്. അവിടെ പണി തീർന്നിട്ടില്ല. ആ പണി തീരുമ്പോ നമ്മൾ ഈ വാടക വീട്ടിൽ നിന്ന് ആ നിത്യമായ
എന്റെ കുഞ്ഞത് വിശ്വസിച്ചു. Praise the Lord. എന്നെ കേൾക്കുന്ന കൂടപ്പിറപ്പുകളെ, നിത്യരാജ്യത്ത് ചെല്ലുന്നതിന് മുമ്പ് അക്കരെ ഒരു വീട് സ്വർഗം തന്നെങ്കിൽ, സ്തോത്രം, ആ മലയ്ക്കപ്പുറത്ത് സ്വർഗം ഒരു മനോഹര വീട് തന്നെങ്കിൽ, ഇന്ന് രാത്രിക്കാലം എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ, വീടില്ലെന്നോർത്ത് ദൈവത്തെ സേവിക്കാതിരിക്കല്ലേ. സ്തോത്രം, വണ്ടിയില്ലെന്നോർത്ത് ദൈവത്തെ സേവിക്കാതിരിക്കല്ലേ. സ്തോത്രം, പേർഷ്യ പോയില്ലെന്ന് പറഞ്ഞ് ദൈവത്തെ സേവിക്കാതിരിക്കല്ലേ. ജോലിയില്ലെന്ന് പറഞ്ഞ് ദൈവത്തെ സേവിക്കാതിരിക്കല്ലേ. സ്വർഗം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതിന്, ചിന്തിക്കുന്ന, നിனைക്കുന്നതിന് ഉപരി 1000 മടങ്ങ് സ്വർഗത്തന്ന് നിറയ്ക്കാതെ നിങ്ങളെ ലോകത്തുനിന്ന് കൊണ്ടുപോകത്തില്ല. രാത്രിക്കാലം നെഞ്ചത്ത് കൈവച്ചോണ്ട് എനിക്ക് പറയാൻ കഴിയും, അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും കടക്കാരനല്ല. ഒരിക്കലും ഒരു നല്ല വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ കഴിയില്ല എന്ന് ചിന്തിച്ചവനാ ഞാൻ. എന്നാൽ ഇന്ന് രാത്രിക്കാലം എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും, മണിസൗധങ്ങളിൽ അന്തി ഉറങ്ങുവാൻ, സ്വത്രം മനോഹരമായി ഭവനം വെച്ച് അതിനകത്ത് പാർക്കുവാൻ ഈ കാലത്ത് സ്വർഗം ഭാഗ്യമൊരുക്കെങ്കിൽ, ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, കുറ്റം പറയുന്ന വാക്ക് കേട്ടിട്ട് പുറകോട്ട് നോക്കാതെ എന്ത് കിട്ടുമെന്ന് പറഞ്ഞത് ദൈവത്തെ സേവിക്കണത് എന്റെ കർത്താവ് രാജ്യത്തിൽ എപ്പോ ചെന്ന് ചേരുന്ന പ്രതീക്ഷയോടെ. മറന്നു കളയല ദൈവമേ, തള്ളിക്കളയല ദൈവമേ, നീ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞ് ദൈവമുഖത്തേക്ക് നോക്കൂ കുഞ്ഞേ. എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാവരും നഷ്ടപ്പെട്ടു. കൂടെ ഉണ്ടെന്ന് പറഞ്ഞ അമ്മാവിയമ്മയ്ക്ക് കഴിവുമില്ല, വാർദ്ധക്യം നരയും ബാധിച്ചു. തന്റെ യൗവന പ്രായത്തിൽ ഇനി എങ്ങനെ ജീവിക്കുമെന്ന് പോലും ചിന്തിക്കാതെ രൂത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, അമ്മച്ചി നിന്റെ ദൈവം എന്റെ ദൈവം. കുഞ്ഞെ, ഇതാ വിശ്വാസം, ഇതാ വിശ്വാസം. കാരണം അമ്മച്ചിയുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് രൂത്ത് അറിഞ്ഞത് അമ്മച്ചിയുടെ പ്രാർത്ഥനയും പാട്ടും ആരാധനയും കണ്ടിട്ടാ. സ്വത്രം, അമ്മച്ചിയുടെ വീട്ടിലെ പാട്ടും പ്രാർത്ഥനയും ആരാധനയും ജാതിയായ പെൺകൊച്ചായ രൂത്തിന് മനസ്സിലായി, ഇവർ ഇങ്ങനെ ആരാധിക്കണമെങ്കിൽ ചത്ത ദൈവത്തെ, ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നു. സ്വത്രം, ഇവർ ഇങ്ങനെ ആരാധിക്കുന്നെങ്കിൽ അതിന്റെ പിൻപിൽ ദൈവത്തിന്റെ മഹത്വം കണ്ടട്ടാ. സ്വത്രം, കുഞ്ഞെ, നീ പറയുന്ന സ്തോത്രവും നീ പറയുന്ന ഹല്ലേലൂയയും നീ കൈയടിച്ച് ആരാധിക്കുന്ന ആരാധനയും സ്വർഗം കണ്ടുകൊണ്ടിരിക്കുക. ആര് കണ്ടില്ലെങ്കിലും മറ്റുള്ളവർ നിന്നെ കുറ്റം പറഞ്ഞാലും മടി കൂടാതെ ഒരു ഭോഷനെ പോലെ നീ ദൈവത്തെ ആരാധിക്കും. സ്വർഗം നിന്നെ ഉയർത്തി മാനിക്കും. നിന്നെ പരിഹസിച്ചൊരു, നിന്ദിച്ചൊരു, കുറ്റം പറഞ്ഞാലും തൊട്ടടുത്ത നാളുകൾ പറയും, അവന്റെ കണ്ണുനീരും പ്രാർത്ഥനയുമാ സ്വർഗം അവനെ ഉയർത്തിയതെന്ന്. പ്രൈസ് ദി ലോർഡ്. വ്യക്തമായി ഈ രാത്രിക്കാലം ഞാൻ നിങ്ങളൊന്ന് പറയട്ടെ, ഒരു ദൈവദാസനിവിടെ കയറി ഇറങ്ങി, സ്വത്രം, ഒരു ചർച്ച വെക്കാൻ സമ്മതിക്കുമോ എന്ന് ചോദിച്ചിട്ട് അന്ന് അനുവദിച്ചില്ല. എന്നാൽ ദൈവത്തിന്റെ സമയമായപ്പോൾ ഈ പറമ്പിനകത്തൊരു ചർച്ച വരുവാൻ സ്വർഗം ഭാഗ്യമൊരുക്കേണ്ടി. ഇതിന്റെ പിൻപിൽ നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതിന്റെ 1000 മടങ്ങ് സ്വർഗം ഈ ദേശത്ത് തന്നെ നിങ്ങളെ മാനിക്കാതെ സ്വർഗം നിങ്ങളെ തള്ളിക്കളയത്തില്ല. ആരെല്ലാം എവിടെയെല്ലാം എങ്ങനെയെല്ലാം നിങ്ങൾക്കെതിരെ വാടകോരിയാലും സ്വർഗം മറക്കത്തില്ല. ഒരു ഗ്ലാസ് വെള്ളം നീ ദൈവദാസന്മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നീ ദൈവനാമ മഹത്വത്തിന് വേണ്ടി 10 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിന്റെ കിടക്കാണ് നീ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആരാധനയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, കുഞ്ഞ് സ്വർഗത്തിൽ നിന്റെ മക്കളെ മറക്കത്തില്ല. ആരും സഹായിക്കാനില്ലാതിരുന്നിട്ടും എന്റെ അമ്മാവിയുടെ മരണം വരെയും ഞാൻ എന്റെ അമ്മാവിയുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ് രൂത്ത് മോവാബ് ദേശത്ത് നിന്നും ബേത്ലഹേമിലേക്ക് വരുമ്പോൾ അവളുടെ മുമ്പിൽ കുറെ കണ്ണുനീര് മാത്രമായിരുന്നു ബാക്കി. പിന്നെ അകത്തളത്തിലൊരു വിശ്വാസം, എന്റെ അമ്മാവിയുടെ ദൈവം, എന്റെ അമ്മാവിയുടെ ദൈവം എന്നോട് കൂടെ ഇരിക്കും, എന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും, ഞങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കും, ഞങ്ങളുടെ പട്ടിണി മാറ്റും. എന്തർഹതയുണ്ട്, എന്ത് യോഗ്യതയുണ്ട്? യഹൂദനല്ല, സ്വത്രം, ക്രിസ്ത്യാനെന്ന് പേര് പറയാൻ ഒരു അർഹതയുമില്ല. ഒരു ജാതീയ പെൺകൊച്ച് സ്വത്രം പറയുകയാണ്, സ്വത്രം, എന്റെ അമ്മാവിയുടെ ദൈവം എന്റെ കണ്ണുനീര് തുടയ്ക്കുമെന്ന്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ അവിടെ പറയാ, മരണം നമ്മെ വേർപിടിവിക്കും വരെ സ്വത്രം ഞാൻ നിന്നെ വിട്ടേച്ച് പോകത്തില്ല.
സ്തോത്രം. കാലങ്ങൾ ചിലത് കടന്നുപോയി, കഷ്ടങ്ങൾ ചിലത് കടന്നു വന്നു, വേദനാജനകമായ അനുഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നു വന്നപ്പോഴും അവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയില്ല. സ്തോത്രം. മടങ്ങിപ്പോയ ഓർപ്പയെ കുറിച്ച് ഓർത്തില്ല. സ്തോത്രം. പകരം അമ്മാവിയമ്മയുടെ കണ്ണുനീര് അവൾ കണ്ടിട്ട് സ്വർഗത്തിൽ ദൈവത്തിന്റെ മുഖത്തേക്ക് അവൾ നോക്കി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നറിയാമോ? നിന്ദിച്ചവർ തന്നെ അവളെ മാനിക്കാൻ അവസരം ഒരുക്കി. സ്വത്രം. വയലിൽ നിന്ന് കറ്റവറുക്കുമ്പോൾ സ്വത്രം ബോവസ് വന്നിട്ട് ചോദിക്കാം, നിങ്ങൾ ആരാ അവളെ അസഹ്യപ്പെടുത്തിയത്? അവളെ അസഹ്യപ്പെടുത്തണ്ട. സ്വത്രം. അവൾ ഈ വയലിൽ നിന്ന് പിറക്കിക്കൊള്ളട്ടെ. സ്വത്രം. നിങ്ങളെ കറ്റയിൽ നിന്ന് അവൾക്ക് വലിച്ചിട്ട് കൊടുക്കണം. എന്നോട് ദയ കാണിച്ച ഒരുവനെ ഞാൻ കണ്ടുവെന്ന് രൂത്ത് നവോമിയോട് പറയുമ്പോൾ സ്തോത്രം, ആ അമ്മച്ചിയുടെ ഹൃദയത്തിനകത്ത് സന്തോഷമാണ് ഉണ്ടായത്. സ്തോത്രം. ആർക്കും ഒരു കണ്ണിനും ദയ തോന്നാതെ ഇരുന്ന എന്റെ മരുമോളോട് ദയ കാണിപ്പാൻ ഒരുവൻ വന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാത്രിക്കാലം പറയാം, നീ പ്രതീക്ഷിക്കുന്നതിന് മുമ്പേ നിനക്ക് വേണ്ടി കരുതി വെച്ചിരുന്നത്, നീ ആഗ്രഹിക്കുന്നത്, ചിന്തിക്കുന്ന നിനക്കുപരിയായി നിനക്ക് വേണ്ടി കൊണ്ടുവന്ന ദൈവം നിന്നെ, നിന്റെ സന്തതിയെ മറന്നു കളയത്തില്ലെന്ന് വിശ്വസിക്കും. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ ജീവിക്കുമെന്ന് പറ. സ്വർഗം നിന്റെ കൂടെ ഇരിക്കുന്നിടത്തോളം കാലം നീ ജയിച്ചു പുറത്തു വരും. ഇന്നൊരു പക്ഷേ ഒരു നിന്ദയായിരിക്കാം, ഇന്നൊരു പക്ഷേ പരിഹാസമായിരിക്കാം, ഇന്നൊരു പക്ഷേ പ്രതീക്ഷയ്ക്കൊരു വകയുമില്ലായിരിക്കാം. പക്ഷേ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തന. അവൻ വാക്ക് പറഞ്ഞാൽ മാറത്തില്ല. നീ ഒരനുഗ്രഹമാകും. തിരുവഴുത്ത് പഠിപ്പിക്കുന്നത് കരഞ്ഞു വിലപിച്ചു വന്നവൾ സന്തോഷത്തോടെ അമ്മാവിയോട് പറയാ, എന്നോട് ദയ കാണിച്ച ഒരുത്തനെ ഞാൻ കണ്ടു. അവന്റെ പേര് ബോവസ്. നിന്നോട് ദയ കാണിച്ച ഒരു ബോവസ് ഉയരത്തിലുണ്ട്. അവൻ നീ കരയുമ്പോൾ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് നിറയ്ക്കണമെങ്കിൽ അവന്റെ വചനം പറയുന്ന പ്രകാരം അവനെ പിൻപറ്റണം. സ്തോത്രം. ഈ നല്ല രാത്രിയിൽ ഞാൻ വ്യക്തമായി പറയാം, ആരെല്ലാം എവിടെയെല്ലാം നിനക്കെതിരെ, നിന്റെ സന്തതിക്കെതിരെ വാടകോരി നിന്നാലും ആ ശത്രുവിന്റെ നടുവിൽ നിന്ന് സ്വർഗപ്പുറത്ത് കൊണ്ടൊന്ന് മാനിച്ച് നിന്റെ തല ഉയർത്തുന്ന ദിവസം വിശ്വസിക്ക്. നമുക്ക് രൂത്തിനോട് ചോദിക്കാം, രൂത്തേ, നീ അമ്മാവിയുടെ കൂടെ ഇറങ്ങി തിരിച്ചിട്ട് നീ തോറ്റുപോയ മക്കളെ. സ്തോത്രം. നമ്മളാണെങ്കിൽ പറയുമായിരുന്നു, ഓ ആ തള്ളയുടെ കൂടെ, തള്ളയുടെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ച എനിക്ക് ഈ ഗതികൾ ഇത്രയും വന്നു. പക്ഷെ രൂത്ത് പറയും, ഞാൻ തള്ളയുടെ കൂടെ അല്ല ഇറങ്ങിയത്, ആ തള്ള സേവിക്കുന്ന ദൈവത്തെ നോക്കിക്കൊണ്ടിറങ്ങിയതാ. സ്വത്രം. ഞാൻ ആ തള്ളയുടെ കൂടെ അല്ല ഇറങ്ങിയത്, ആ തള്ള സേവിക്കുന്ന ദൈവത്തെ കണ്ടോണ്ടിറങ്ങിയുള്ള. അതുകൊണ്ട് ആ ദൈവം എന്നെ മറന്നില്ല. സ്വത്രം. പാട്ടുകാരൻ പാടുന്നവര്, ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോയി, എന്നാലും ഒരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിപ്പാൻ സ്വർഗം എനിക്ക് ഭാഗ്യം തന്നു. സ്തോത്രം. ഇന്ന് രാത്രികാലം പറയട്ടെ, സ്തോത്രം, ചരിത്രം ഒന്ന് പഠിക്കണം. ലോകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ വല്യമ്മച്ചിയുടെ പട്ടികയിൽ ആര് വരുമെന്നറിയാമോ? ജാതീയ പെൺകൊച്ചായ രൂത്ത് വരുമെങ്കിൽ നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയുമെന്ന് യെശയ്യാവ് പറഞ്ഞെങ്കിൽ, ഓ നീ കരഞ്ഞു വിലപിച്ച് നിന്നെയും പരിഹാസം ഏറ്റുകൊണ്ട് ജീവിതത്തിൽ ഇനി ഒരിക്കലും ഉയർച്ച കാണത്തില്ല. രോഗം പേറി ശരീരമായി ഞാൻ ഇങ്ങനെ തന്നെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടും. എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, ഒരു കണ്ണിനും എന്നോട് ദയയില്ല, ഇനി ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ച് വിലപിച്ച നാളുകളിൽ നീ നഷ്ടപ്പെട്ടു പോകാതെ നിന്നെ ആയുസ്സും ആരോഗ്യം ബലവും തന്ന് ഈ ദിവസം വരെ സ്വർഗം നിർത്തിയെങ്കിൽ കുഞ്ഞെ ഭയപ്പെടല്ലേ. സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ദിവസം അധികം വിദൂരമല്ല. സ്വർഗത്തിലെ മഹത്വം നിന്റെ മുമ്പാകെ വെളിപ്പെട്ടു വരുമ്പോൾ ലോകം പറയും നിന്റെ കണ്ണ് നിന്റെ മറുപടിയായിരുന്നു. ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നമ്മുടെ പിതാക്കന്മാർ വീട് കിട്ടുമെന്ന് പറഞ്ഞല്ല ഇറങ്ങിയത്, കാറ് കിട്ടുമെന്ന് പറഞ്ഞല്ല ഇറങ്ങിയത്, സ്വത്രം മക്കള് പേർഷ്യ പോകുമെന്ന് പറഞ്ഞല്ല ഇറങ്ങിയത്, സ്വത്രം നല്ല ജീവിത സാഹചര്യം ഉണ്ടാവും എന്ന് പറഞ്ഞല്ല ഇറങ്ങിയത്. അവർക്ക് ഒരൊറ്റ പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ, ഈ പാപമംഗലമായ ലോകത്തിൽ
പാപമില്ലാത്ത പരിശുദ്ധൻ എനിക്ക് വേണ്ടി കാൽവറി യാഗമായി തീർന്നെങ്കിൽ അവനോടുകൂടെ വാഴുന്ന ഒരു ദിവസം എനിക്കുമുണ്ടാകും. അതുവരെ ഈ കഷ്ടം സാരമില്ലെന്ന് ഞാൻ എണ്ണും. അതാ വിശ്വാസം. വിശ്വാസ ജീവിതയാത്ര സുഖലോലുപതയുടെ മാർഗമല്ല. കഷ്ടപ്പാടുകളും കണ്ണുനീരും നിറഞ്ഞതാ. എന്നാൽ അതിന്റെ അകത്തൊരു സുഖമുണ്ട്. സ്വന്തം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും സർവത്തിനും മതിയായവനാണ്. കുഞ്ഞേ, നിന്റെ വാർദ്ധക്യ കാലം വരുന്നതിന് മുമ്പ്, നിന്റെ കണ്ണടയും മുമ്പ് നീ ചോദിച്ചതും ചിന്തിച്ചതും ഉപരി സ്വർഗം തന്നിരിക്കും. നിന്റെ ദൈവം നിന്നെ കണ്ണുനീരോടെ വിടത്തില്ല. നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്ന ഒരു കാലമുണ്ടാകും. നീ ദേശം കാണുന്ന ഒരു കാലമുണ്ടാകും. അന്ന് നിന്റെ തല കുനിയുകയില്ല. തൊഴുത്തിൽ നിന്ന് പശുക്കിടാവിനെ പോലെ നിവർന്ന് തുള്ളിച്ചാടിക്കൊണ്ട് നിനക്ക് പറയാൻ കഴിയും, എന്റെ ദൈവം എന്നെ മറന്നില്ല എന്ന്. ലോകം പറയുന്ന വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം ദൈവത്തെ മുറുകെ പിടിക്കു കുഞ്ഞെ. ദൈവം നിന്നെ ഉയർത്തി മാനിക്കും. നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ നിന്നതുകൊണ്ട് സ്തോത്രം, അത്ഭുതങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി കാണുവാൻ ദൈവം നമ്മെ സഹായിച്ചെങ്കിൽ ഇന്ന് രാത്രികാലം പറയട്ടെ, നോക്ക്, മാർത്തയും മറിയയും സ്തോത്രം അവരുടെ ജീവിതത്തിൽ ഇനി മുൻപോട്ടൊരു ശുഭയാത്രയില്ല. തങ്ങൾ തനിച്ച് യാത്ര ചെയ്യേണ്ടി വരും. ഒരാൺ തുണയില്ലെങ്കിൽ ലോകത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന നിന്ന ചെറുതൊന്നും അല്ലല്ലോ എന്നോർത്തവർ വിലപിക്കുമ്പോൾ, തങ്ങളുടെ നഷ്ടങ്ങൾ ഇനി ഒരിക്കലും ലാഭമാകില്ല എന്ന് പറഞ്ഞ് നെടുവീർപ്പിടുമ്പോൾ, കൂടെ വന്നവരും കൂട്ടുനിന്നവരും അവരെയും യേശുവിനെ കുറ്റം പറഞ്ഞപ്പോൾ സ്തോത്രം, സ്വർഗം അത് അവർക്ക് നീതിയായി കണക്കിടുവാൻ ഇറങ്ങി വന്നു. സ്തോത്രം, വചനം പഠിച്ചാൽ വ്യക്തമായി കാണാൻ കഴിയും. സ്തോത്രം, മരിച്ച് 4 നാളായി നാറ്റം വെച്ചപ്പോഴാ യേശു വന്നത്. യേശു വന്നത്. സ്വത്രം, ഞാനിങ്ങനെ ഓർത്തു പോകുക, ലോകത്തിൽ എങ്ങനെ നടന്നാലും നിന്നെ ആരും കുറ്റം പറയത്തില്ല, മാറ്റി നിർത്തത്തില്ല. നീ പെന്തിക്കോസിൽ പോയി ദൈവത്തെ ആത്മാവിന് സത്യത്തിലും ആരാധിച്ച് നിന്റെ ദുർസ്വഭാവങ്ങൾ വിട്ടുതിരിഞ്ഞ് ഒരു കുഞ്ഞാടിനെ പോലായി വരുമ്പോ കുറ്റം പറയാനും പരിഹസിക്കാനും മാറ്റി നിർത്താനും ഒരുപാട് പേരുണ്ടാവും. അത് കാണുമ്പം വിശ്വാസി, നീ പിന്മാറിപ്പോവല്ലേ. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചവരാ ഈ ലോകക്കാർ. ഈ ലോകക്കാർ നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചവരാ. പക്ഷെ നിങ്ങൾ ഓർക്കണം, എന്റെ നാമം നിമിത്തം വീടോ നിലമോ മക്കളെയോ അപ്പനെയോ എന്തൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിന്റെ ഇരട്ടി, 100 മടങ്ങ്, 1000 മടങ്ങ്, 10000 മടങ്ങ്. സ്വത്രം, ഞാൻ പറയട്ടെ, സ്വത്രം, ഈ 39 വർഷം 10000 മടങ്ങല്ല, അതിന്റെയും കൂടെ 10000 മടങ്ങ് ദൈവം എനിക്ക് തന്ന് എന്നെ നിറച്ചവനാ. സ്വത്രം, കേൾക്കണേ, പണമല്ലേ. സ്വത്രം, സഹോദരങ്ങളെ, അപ്പന്മാരെ, അമ്മമാരെ, കൂടപ്പറപ്പുകളെ സ്വദേശത്തും വിദേശത്തും കൊണ്ടുപോയി തന്നവനാ എന്റെ ദൈവം. പോരാ 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 വലിച്ചു വലിച്ച് നടക്കാതെ ആയുസ്സും ആരോഗ്യവും ബലവും തന്നവനാ ദൈവം. സ്വത്രം, എന്തിനു പറയുന്നു? എല്ലാം തിന്നാനും കുടിക്കാനും സന്തോഷത്തിൽ നടക്കുവാനും ഓടുവാനും ചാടുവാനും ബലം തന്നവനാ സ്വർഗത്തെ ദൈവം. എന്റെ കർത്താവ് ആർക്കും കടക്കാരനല്ല. നീ ഒഴുക്കിയ കണ്ണുനീര്, നീ അനുഭവിച്ച വേദനകൾ, നീ അനുഭവിച്ച ഒറ്റപ്പെടലുകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, അതിനൊക്കെ 1000 മടങ്ങ് സന്തോഷത്തിന് വഴി സ്വർഗത്തിലെ ദൈവത്തിന് തുറന്നു തരാൻ കഴിയുമെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോട് പറയട്ടെ, ലോകം മുഴുവനും നിങ്ങൾക്കെതിരെ നിന്നാലും ഒരു നാളിൽ ആ ലോകം വിളിച്ചു പറയും, അവന്റെ ദൈവം അവനെ അവന്റെ കുഞ്ഞുങ്ങളെ ഉയർത്തിയെന്ന്. അതിനെ പാസ്റ്ററെ അല്ല നോക്കേണ്ടത്, ദൈവത്തെ നോക്കണം. ദൈവത്തിന്റെ വചനം പറയുന്ന അനുസരിക്കണം. അത് പ്രകാരം ദൈവത്തിന് മുഴങ്കാൽ മുടക്കണം. അങ്ങനെ നീ ദൈവത്തിന്റെ പിന്നിൽ നിന്നാലുണ്ടല്ലോ, സ്വർഗം നിന്നെ മുന്നമേ വിടും. സ്വർഗം പുറകിൽ നിനക്ക് കാവൽ നിൽക്കും. സ്തോത്രം. ലോകം പറയുന്ന കേട്ടാൽ, ലോകത്തിലെ മോഹം നിന്നെ കടന്നു പിടിച്ചാൽ, ലോകത്തിന്റെ ഭാര്യയെ പോലെ നീ അവിടെ നിൽക്കും. നീ മുൻപോട്ട് പോകത്തില്ല.
നന്മ കാണത്തില്ല, നിന്റെ സന്തോഷം കണ്ണുനീരായി മാറും. ഈ നല്ല രാത്രിയിൽ വ്യക്തമായി പറയട്ടെ, എന്റെ കർത്താവ് താൻ വിളിച്ചിറക്കിയ ഒറ്റ കുഞ്ഞിനെയും നിരാശയോടെ മടക്കി അയച്ചിട്ടില്ല. ഒരു വാക്യം നമുക്ക് വായിക്കാം. സ്വത്രം ഇസ്രായേലിന് പുറപ്പാട് പുസ്തകം സ്വത്രം 2-ാം അധ്യായം തോന്നുന്നു. സ്വത്രം പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ മക്കൾ അടിമകളായി പിടിക്കപ്പെട്ടു പോകുമ്പോൾ സ്തോത്രം അവരുടെ ജീവിതത്തിന്റെ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി അവർക്ക് കണ്ണുനീര് മാത്രമാണ് സമ്മാനിച്ചത്. ആ വേദനയുടെ നടുവിൽ, കണ്ണുനീരിന്റെ നടുവിൽ സ്തോത്രം അവർ മറന്നുപോയ ദൈവത്തെ അവർ ഓർത്തു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം ഞങ്ങളെ മറന്നു കളയില്ല. അവർ കണ്ണുനീരോടെ ദൈവസനം നിലവിളിച്ചു. സ്തോത്രം. കണ്ണുനീരോടെ ദൈവത്തിന്റെ സനം നിലവിളിച്ചപ്പോൾ സ്തോത്രം, സ്വർഗത്തിലെ ദൈവം തന്റെ മക്കളുടെ നിലവിളി കേട്ടിട്ട് ഒരു മോശയെ അവിടേക്ക് അയച്ചു. സ്തോത്രം. ഞാൻ ഈ തിരുവഴുത്ത് വായിക്കുമ്പോ, ഈ തിരുവചനം കാണുമ്പോ ഞാൻ ഓർത്തു പോകുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കൽ പോലും ഈ ദേശത്ത് ഞാൻ വരുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ച ഒരാളല്ല. സ്തോത്രം. ഇവിടെ ഇങ്ങനൊരു പള്ളി ഉണ്ടാകുമെന്ന് മീനച്ചേച്ചി സുരേഷേട്ടൻ ചിന്തിച്ചതുപോലെയല്ല, കൊടുക്കത്തില്ല. സ്തോത്രം. കാരണം സുരേഷേട്ടൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആകപ്പാട് 10 സെന്റ് തലവിള ഞാൻ ആർക്കും തരത്തില്ലെന്ന്. സ്തോത്രം. സ്തോത്രം. ഞാൻ എന്തിനത് പറയുന്നറിയാമോ? ദൈവം സ്ഥിതി മാറ്റിയാൽ അത് ചെറുതൊന്നും ആയിരിക്കത്തില്ല. സ്തോത്രം. ഇല്ലായ്മയുടെ നടുവിൽ നിന്ന് ദൈവത്തിന് വേണ്ടി കൊടുത്തവരാരും ലോകത്തിൽ പരാജയപ്പെട്ടു പോയിട്ടില്ല സഹോദരങ്ങളെ. നഷ്ടങ്ങൾ ഒരുപാട് വരും, കഷ്ടങ്ങൾ ഒരുപാട് വരും, കണ്ണുനീർ ഒരുപാട് വരും. പക്ഷെ അത് തുടയ്ക്കുന്ന കർത്താവ് നിന്റെ അടുക്കൽ വരും. സ്തോത്രം. അപമാനിതനായി, ലജ്ജിച്ച് തലതാഴ്ത്തി, ഒരു വാക്കുപോലും മിണ്ടാൻ കഴിയാതെ സ്വത്രം പച്ച പൈന്മര കുരിശു ചുമന്നുകൊണ്ട് യേശു ഗോൽഗോഥാവിലേക്ക് പോകുമ്പോൾ പരിഹസിച്ച ഒരുപാട് പരിഹാസികളുണ്ട്. സ്വത്രം. ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ കണ്ടിട്ട് നീ ദൈവപുത്രനെ ഇറങ്ങി വാന്ന് പറഞ്ഞ് പരിഹസിച്ചവരുണ്ട്. സ്വത്രം. എല്ലാവരും വിട്ടേച്ചു പോയപ്പം ക്രൂശിൽ കിടന്ന കള്ളം പരിഹസിച്ച സമയമുണ്ട്. അതെല്ലാം കേട്ട കർത്താവ് ഒറ്റ വാക്കേ പറഞ്ഞോളൂ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. സ്വർഗം ക്ഷമിച്ചോ? സ്വർഗം ക്ഷമിച്ചില്ല. സ്തോത്രം. സ്വർഗം ഒരു ന്യായവിധി നടത്തി, ഒരു ന്യായവിധി നടത്തി. സ്തോത്രം. ആകാശവും ഭൂമിയും പൊടുകൂടെ കീറി, തിരശ്ശീല 2ആയി കീറി. സ്വത്രം. പാറകൾ പിളർന്നു. ദൈവത്തിന്റെ കോപം പ്രകൃതി മുഴുവനും ആഞ്ഞടിച്ചു. ഒരു കാര്യം മനസ്സിലായി, ദൈവത്തോട് മത്സരിച്ചാൽ പാടി വരുമെന്ന് മനസ്സിലായി. ദീർഘക്ഷമയും മഹാദയുള്ള സ്വർഗത്തിലെ ദൈവം മത്സരിച്ച് മറുതലിച്ചു പോയ ഇസ്രായേൽ ജനത്തിന്റെ നിലവിളി കേട്ടപ്പോൾ സ്വത്രം സ്വർഗം അവിടേക്ക് ഇറങ്ങി. സ്വത്രം. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ സ്വർഗം കരുണയുള്ളവനായി തെറ്റിപ്പോയ ജനത്തിന്റെ പറ്റിപ്പോയ തെറ്റുകളെ കേട്ടപ്പോൾ, അനുതാപം കേട്ടപ്പോൾ ഇറങ്ങി വന്ന് സ്വത്രം അവരെ കഷ്ടതകളിൽ നിന്ന് അവരെ വിടുവിച്ചു. വാഗ്ദത്ത നാടായ അബ്രഹാമിന് ചെയ്ത വാഗ്ദത്ത നാട്ടിലേക്ക് അവരെ കൊണ്ടുവരാൻ സ്വർഗത്തിലെ അപ്പൻ മനസ്സലിവ് തോന്നിയെങ്കിൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിൽ ഞാനൊരു ദൂത് പറയുകയാണ്, നീ വിശ്വസിച്ച ദൈവം നിന്നെ കൈവിടത്തില്ല. നിന്നെ വിളിച്ച ദൈവം നിന്നെ മറന്നു കളയത്തില്ല. നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരാതെ ഇരിക്കത്തില്ല. നീ പോകുന്ന വഴിയിൽ ഒരനർത്ഥവും വന്ന് നിന്റെ സന്തതി തകർന്നു പോകാൻ ദൈവം വിടത്തില്ല. നീ ആഗ്രഹിക്കുന്ന അളവിലും ചിന്തിക്കുന്നതിലും നിനക്കുന്നതിലും ഉപരി സ്വർഗത്തിൽ നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും. ആണ്ടുകൾ കഴിയും മുമ്പേ ജീവിപ്പിക്കാമെന്ന് പറഞ്ഞ സർവശക്തന ദൈവം നിന്നെ ഉയർത്തി മാനിക്കുന്ന കാലം അധികം വിദൂരമല്ലെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. 4 പാട് നിന്നും പിശാച് വാദിച്ചെഴുന്നേറ്റുകൊണ്ട് നിയമത്തിന്റെ കുരുക്കൾ കൊണ്ടുവന്ന് നിന്നെ ബന്ധിക്കാൻ ശ്രമിച്ചാലും അതിന് നടുവിൽ സ്വർഗം ഇറങ്ങും കുഞ്ഞെ.
ദൈവത്തിന്റെ ദാസന്മാരായ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ തീച്ചൂളയ്ക്കകത്തിട്ട് കത്തിച്ച് ദൈവത്തിന്റെ നാമത്തെ എന്നേക്കും ഇല്ലാതാക്കാമെന്ന് പറഞ്ഞ നെബൂഖദ്നേസർ പറഞ്ഞൊരു വാക്ക് കേൾക്കണേ. നമ്മൾ 3 പേരെ ഇട്ടത്, 4മതൊരുവൻ ആ തീക്കകത്ത് തന്ന് നൃത്തം ചെയ്യുന്നു. അവന്റെ തേജസ്, ഓ സ്വത്രം, സൂര്യനെ പോലെ ശോഭിക്കുന്നു. സ്വത്രം തീക്കകത്തങ്ങള അങ്ങനെ ശോഭിക്കുന്നു. സ്വത്രം ദേവദൂതന്മാരെ പോലെ ശോഭിക്കുന്നു. സ്വത്രം എങ്ങനെ? അവരുടെ തലയിൽ ഒരു മുടിനാര് പോലും കരിഞ്ഞില്ല. എങ്ങനെ? സ്വത്രം തീയുടെ നടുവിൽ 4മനായി ഇറങ്ങി വന്ന സർവശക്തന്റെ തേജസ് അതിനകത്ത് കത്തിയത്. സ്വത്രം അവർ കത്തിച്ച തീ അവരെ ഇട്ടപ്പോഴേ അണഞ്ഞുപോയി. സ്വത്രം ശദ്രക്കിനെ, മേശക്കിനെ, അബേദ്നെഗോവിനെ കത്തുന്ന തീക്കകത്തെടുത്തപ്പം തീ അണഞ്ഞു, തേജസ് വെളിപ്പെട്ടു. സ്വത്രം ഇന്ന് രാത്രികാലം എനിക്കതാ പറയാനുള്ളത്. നിന്നെ തകർക്കാൻ ഒരു ശത്രുവും വന്നാലും നീ തകർന്നു പോകാതെ വണ്ണം നിന്നെ കാത്തുപരിപാലിപ്പാൻ എന്റെ കർത്താവ് മതിയായവനാ. തീയുടെ നടുവിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ തേജസ് നിന്നോട് കൂടെ ഇരിക്കുന്നിടത്തോളം കാലം നീ ജയിച്ചു പുറത്തു വരും. നിന്നെ തകർക്കാൻ ശ്രമിച്ചവർ നിന്നെ കണ്ട് ഭയപ്പെടും. ഈ രാത്രികാലം നിലവിളി, കണ്ണുനീര് ആനന്ദമാക്കി മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ ഇന്ന് രാത്രികാലം പറയട്ടെ, മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കപ്പെട്ടെങ്കിൽ കണ്ണുനീര് വിതച്ച രൂത്ത് സന്തോഷത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ അമ്മാവിയമ്മയുടെ ദൈവം എന്നെ മറന്നു കളഞ്ഞില്ല. എന്റെ കണ്ണുനീര് തുടച്ച് അവൻ ഞങ്ങളെ മാനിച്ചു. ഇന്ന് രാത്രികാലം കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയായ ദൈവം നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും മറക്കുകയില്ല, തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞത് നിന്റെ കാതുകൊണ്ടാ നീ കേട്ടതെങ്കിൽ നിനക്കെതിരെ വരുന്ന ഏതൊരു ശത്രുവും നിന്നെ തൊടാതെ വണ്ണം അവൻ തന്റെ ചിറകിന്റെ മറവിൽ നിന്നെ മറയ്ക്കും. അവൻ നീതി സൂര്യനായി നിന്റെ മേൽ വെളിപ്പെട്ടു വരും. നീ തൊഴുത്തിൽ വരുന്ന പശുക്കിടാവിനെ പോലെ തുള്ളിച്ചാടി ദൈവത്തിന് മഹത്വം കൊടുക്കും. കഴുകൻ തന്റെ ശക്തി പുതുക്കി പ്രാപിക്കുന്നത് പോലെ നീ വാനവേളിലേക്ക് കാഹളം കേൾക്കുമ്പോൾ പറന്നുയരും. അല്പകാലം ഈ ഭൂമിയിൽ നീ അനുഭവിക്കുന്ന ദുഃഖവും നിന്നയും പരിഹാസവും ദുഷിയും സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിൽ മതിയാന്ന് പറഞ്ഞു വിശുദ്ധ കരമൂർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കണ്ണുനടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല രാത്രികാലം നീ ഞങ്ങളോട് കൂടെ ഇരുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ആരാധിപ്പാൻ, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ ഒക്കെ നീ ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾക്കെതിരെ ശത്രുവാണ്